ജനാർദ്ദനക്കുറിപ്പാണ്. നമ്മൾ വാശിയോഗം മഹാസിദ്ധൻ ഭോഗനാഥർ എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ നിന്ന് ഭോഗർ 7000 എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള 103-ാമത്തെ ശ്ലോകം. വാശിയുടെ മഹത്വം. സത്യമായിട്ട് ഇതേപോലെ എളതായി സിദ്ധി നേടി ഉത്തമനായി തീരുന്നതിനും മറ്റൊരു യോഗമില്ല, യാതൊരു വഴിയുമില്ല. എത്ര കാലം ഏത് വഴിക്കും ജന്മം മുഴുവൻ ശ്രമിച്ചാലും ഇതുപോലെ ഒന്നും ഈ ലോകത്തിൽ വേറെയില്ല എന്നറിയും. ശരിയായി ശ്വാസം വാശിയിൽ ഉയരത്തിൽ എടുത്തു പിടിച്ച് സൂക്ഷ്മമായി ശ്രദ്ധിച്ച് അതിൽ നോക്കിയിരിക്കണം. സിദ്ധന്മാർ, ഋഷികൾ, യോഗികളെല്ലാം വളരെ സൂക്ഷ്മമായി ചെയ്ത് നോക്കി വാശിയെപ്പോലെ സിദ്ധി കിട്ടുന്ന മറ്റൊന്നില്ലെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞത് വാശി പ്രാണായാമത്തിൻ്റെ മഹത്വത്തെ പറ്റിയാണ്. ഇതുപോലെ മറ്റേതൊരു വിധിയും കൈവശം ആക്കിയാലും ഇത്ര ഭംഗിയായിട്ട് ഒരു ഫലം ഉത്തമമായി കിട്ടുന്നതിന് വേറെ വഴിയില്ല എന്നാണ് പറഞ്ഞത്. എല്ലാ സിദ്ധന്മാരും പല വഴികൾ ആലോചിച്ച് ചെയ്തും പരിശീലിച്ചും നോക്കിയിട്ട് ഒന്നും ഇത്രയും വൃത്തിയായിട്ട് സിദ്ധി കിട്ടുന്ന മറ്റൊരു യോഗം ഇല്ല. അപ്പോൾ ഇതിൽ പറഞ്ഞ എങ്ങനെയാണ്? ശ്വാസം വാശിയിൽ ഉയരത്തിൽ എടുത്ത് പിടിച്ച് സൂക്ഷ്മമായി ശ്രദ്ധിച്ച് അതിൽ നോക്കിയിരിക്കണം. ശ്വാസം വാന്നെടുത്ത് ഉയരത്തിലെടുത്ത് നെറുകയിൽ കൊണ്ടുപോയിട്ട് അവിടെ കണ്ണും മുഖവും ശ്വാസവും പിന്നെ ജീവനും പ്രാണനും ആത്മാവും എല്ലാം അവിടേക്ക് കൊണ്ടുപോയി അവിടെ വയ്ക്കണം. അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ടിരിക്കണം. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വേറെ ഇല്ല എന്നറിയാം. പിന്നെ പുനർജന്മയോഗത്തെ പറ്റിയാണ് പറയുന്നത്. വളരെ സൂക്ഷിച്ച് ശ്വാസം എടുത്തു പിടിച്ച് ശ്രദ്ധയോടെ നിർത്തി ചെയ്തില്ലെങ്കിൽ ഈ ജന്മം പാഴാകും. വാശിയെ വെറുതെ മധ്യത്തിൽ വിട്ടാൽ പുനർജന്മ സാഗരത്തിൽ മുങ്ങിപ്പോകും. അങ്ങനെ വരാതിരിക്കാൻ വാശി നീണ്ടകാലം പിടിച്ചു വയ്ക്കുന്നവർക്ക് ജ്യോതിയുടെ വെളിച്ചം കാണാനാകും. അപ്പോൾ 104-ാമത്തെ ശ്ലോകത്തിൽ പ്രാണനെ നമ്മൾ വാശിയിൽ വലിച്ച് നെറുകയിൽ കൂടെ വിട്ടാൽ പുനർജന്മ സാഗരത്തിൽ മുങ്ങിപ്പോകും. പിന്നെയും വീണ്ടും ജന്മം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നർത്ഥം. ആ സമയം നമ്മളങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ, അങ്ങനെ വരാണ്ടിരിക്കാൻ വാശിയെ നീണ്ടകാലം പിടിച്ചു വയ്ക്കണം. പിടിച്ച് സാവധാനം പിടിച്ച് വെക്കണം. എന്നിട്ട് ജ്യോതിയുടെ വെളിച്ചം കാണണം. ആ ജ്യോതിയുടെ വെളിച്ചം കാണുമ്പോൾ മാത്രമേ പുനർജന്മത്തിനുള്ള സാധ്യത കുറഞ്ഞു വരികയുള്ളൂ. നോക്കവേ ചോമ്പിനാൽ നൂൽപ്പങ്കാണായി നുണുക്കത്തിൽ വാദം വന്ന് അങ്കൈയിടത് പാർക്കവേ ചോമ്പിയെ നിன்றாயானால் പരമുന്താൻ കിടയാതെ പാഴാം ജന്മം പൂക്കവേ വാശിയെ താൻ വിട്ടായാനാൽ പുകൽ പിറവി ചാകരത്തിൽ അഴുന്തിപ്പോവായി നീക്കവേ വാജിയെ താൻ നിർത്തുവോർക്ക് നിഷ്കളമാം ജ്യോതി ഒളി ആകും കാനേ. വാശിയെ താൻ നിർത്തുവോർക്ക് അങ്ങനെ പിടിച്ച് നിർത്തണം. 8:40 അല്ലെങ്കിൽ 32:16 12:48 24 എന്നിങ്ങനെ കൂടുതൽ നേരം പിടിച്ചു നിൽക്കണം. അപ്പോഴാണ് ശിരസിനകത്ത് ജ്യോതി വെളിച്ചം കാണാൻ പറ്റുക. ആ കാണുന്നതിനാണ് അത് കണ്ടാലാണ് ഉപകാരമുള്ളൂ. അല്ലാതെ വെറുതെ പ്രാണനെ എടുത്ത് നിറയെ കൂടെ വിട്ട് കഴിഞ്ഞാൽ ഒരു അതീന്ദ്രിയ ശക്തികളുണ്ടായി വരും, പക്ഷെ പുനർജന്മത്തിന് കാരണമാവും. അതായത് ഈ ജന്മത്തിലെയും കഴിഞ്ഞ ജന്മങ്ങളിലെയും പാപങ്ങൾക്ക് പിന്നെ പരിഹാരം ഉണ്ടാവില്ല എന്നർത്ഥം. പാപം പുണ്യമായിട്ട് ഇടകലർന്നിങ്ങനെ അടുത്ത ജന്മത്തിലേക്ക് പോകും. അസമയം കഴിഞ്ഞ ജന്മത്തിൽ ഈ ജന്മത്തിലെയും പാപങ്ങളെ നമ്മൾ അറിയാണ്ടും വന്നിട്ടുള്ള പാപങ്ങളെ നശിപ്പിക്കണമെങ്കിൽ വാശിയിൽ നിർബന്ധമായിട്ടും പിടിച്ച് ഇരിക്കണം എന്നർത്ഥം. അങ്ങനെ ഈ നീണ്ടകാലം വാശിയെ പിടിച്ച് നിൽക്കാൻ പറ്റിയാലാണ് ജ്യോതിയുടെ വെളിച്ചം കാണാനാവുക. അതാണ് ഈ 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. നമ്മൾ വാശി വെറുതെ മധ്യത്തിൽ വിട്ടാൽ, അതായത് സഹസ്രാരത്തിൽ വിട്ടാൽ പുനർജന്മ സാഗരത്തിൽ മുങ്ങിപ്പോകുന്നു. പുനർജന്മങ്ങളുടെ ഒരു സാഗരം തന്നെ ഉണ്ടായി വരും, അല്ലെങ്കിൽ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ കഴിഞ്ഞ ജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും സർവ്വപാപങ്ങളും അധർമ്മങ്ങളും എല്ലാം നശിപ്പിക്കാനുള്ള ഒരു തപസ് ആണ് ഈ വാശിയോഗം. അങ്ങനെ ചെയ്താൽ മാത്രമേ പുനർജന്മം ഇല്ലാതായി തീരുള്ളൂ എന്നർത്ഥം. നമഃ ശിവായ.